ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയാണ്, നമ്മുടെ വീട്ടിലുണ്ടായതല്ല, വേറൊരാൾ തന്ന ചക്കയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹണി ചിക്കൻ അൽഫാമാണ് കേട്ടോ. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, അതുപോലെ തന്നെ ഒരു പീസ് മാഗി ക്യൂബൊക്കെയാണ്. നമ്മൾ ഹണി ചിക്കൻ അൽഫാം ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കണില്ല, വേറെ എന്തെങ്കിലും കഥ പറഞ്ഞിട്ട് ഉള്ള ഒരു വീഡിയോ ആക്കാമെന്നാണ് വിചാരിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തോന്നിയ റെസിപ്പി കാണിക്കാമെന്ന്. അപ്പോൾ അതൊക്കെ അരച്ചതും അതുപോലെ തന്നെ തൈരും, മന്തി മസാല, കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിക്കണത് ഞാൻ അതിൽ കാട്ടിയിട്ടില്ല, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ പച്ച നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വരും. പിന്നെ ഇവിടുത്തെ അമ്മ അങ്ങനത്തെ ചിക്കനൊന്നും കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് പീസ്, ഓൾറെഡി നമ്മൾ തോന്നി ചിക്കൻ വാങ്ങണേന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും അഡീഷണൽ സാധനങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന്നൊരു 5-6 കഷ്ണം എടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും, ചില്ലി ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ പൊരിച്ചെടുക്കാമല്ലോ വെച്ചിട്ട്. പിന്നെ ഞാൻ 1.5 ഗ്ലാസ് ബസ്മതി റൈസാണ് ഇട്ട് എടുത്തേക്കുന്നത്, സെല്ല ബസ്മതി റൈസ് ഗോൾഡ്. ഇതിന് നമ്മുടെ ബിരിയാണി അരി പോലെ അത്ര പെരുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് അരി പിടിക്കും ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കഴുകിയിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലിടക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് മസാല ഇട്ടെടുത്ത് കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ക്വാണ്ടിറ്റി കുറവിൽ വെള്ളം തെളിച്ചാൽ മതി കേട്ടോ, കാരണം ഞാൻ തെളിച്ച വെള്ളത്തിന് തന്നെ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഞാനത് ചോറ് വേവണേലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിന് വെച്ചിട്ടുണ്ട്, ചോറിന് വെള്ളം വെച്ചിട്ട് അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. മന്തിൻ്റെ റൈസ് ഞാൻ എപ്പോഴും ഇപ്പോൾ മോനിക്കൊക്കെ സ്കൂൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, അതുകൊണ്ട് അത് വലിയ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ചില്ലി സോസ് അല്ല, ഹണി ചിക്കൻ അൽഫാമിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും കുറച്ച് ഹണിയും മിക്സ് ചെയ്തിട്ടുണ്ട്. വേറെ സോയ സോസൊക്കെ ചേർക്കും, ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ വേവിച്ച ചിക്കൻ എടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചോറും ആവും. ചോറിൽ അതുപോലെ നമുക്ക് വേവ് പോരാൻ ഒരു വിസിലടിക്കണുണ്ട് കേട്ടോ, എന്നാലും വേവ് പോരാൻ തോന്നി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ചിക്കൻ വറക്കുമ്പോൾ ഇത്തിരി ബട്ടർ ഇട്ടിട്ട് വറക്കണം വിചാരിച്ചാണ്, ആ സമയത്ത് മറന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സോസ് നന്നായി ആയതിന് ശേഷം തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുക. ഞാൻ അതിൽ കുറച്ച് മസാല എടുത്ത് വെച്ചിരുന്നു, അതും ഇട്ട് കൊടുക്കാൻ മറന്നു. അപ്പോൾ ഞാനതിപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സോസിലൊക്കെ കടന്ന് വേവുമ്പോൾ ഉണ്ടല്ലോ, നല്ല കിടിലൻ സ്മെല്ലാണ് കേട്ടോ. സ്മെല്ലൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുവിധം ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഹണി ചിക്കൻ്റെ സംഭവം കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു കുക്കറിലേക്ക്, നമ്മൾ ഓൾറെഡി ആദ്യം ചിക്കൻ വേവിച്ചെടുത്ത കുക്കറിലേക്ക് തന്നെ കേട്ടോ റൈസ് ഇട്ടിട്ട് ബാക്കി നമ്മുടെ ചിക്കൻ പീസുകളും ഇട്ട് ഒന്ന് പുകയ്ക്കാനൊക്കെ വെച്ചിട്ട് ഒറ്റ വിസിൽ, ലോ ഫ്ലെയിമല്ല കേട്ടോ, കുറച്ച് ഇത്തിരി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് വിസിലടിപ്പിച്ചോളി. അല്ലെങ്കിൽ കാരണം അടിയിൽ പുകഞ്ഞു പോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അടി പിടിക്കും. എൻ്റെ ഇത്തിരി ഞാൻ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇത്തിരി കരിഞ്ഞു പോയിട്ടാ, അടി അടി ഒരുപാട് കരിയല്ല, അടി പിടിച്ച പോലെ ആയി. റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായി കേട്ടോ. സത്യം പറയാം, അന്നത്തേനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം കഴിക്കാനാണ്. അന്നും നല്ല രസമുണ്ട്, പക്ഷേ അതിനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത് പിറ്റേ ദിവസമാണ്. അപ്പോൾ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായി കേട്ടോ, അത് ഭയങ്കര ഇഷ്ടമായി. ചിക്കനും അതെ, നമ്മൾ ഓൾറെഡി ഒരു വിസിലടിച്ചതാണ്, പിന്നെ ഫ്രൈ ചെയ്തെടുത്തതാണ്, പിന്നെ വീണ്ടും ഒരു വിസിലടിച്ചില്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.